എല്ലാവർക്കും സുഖമല്ലേ? ഓണക്കല്ലേ? അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഓണവിഭവമാണ്, എരിശ്ശേരി. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് ഞാനൊരു കുക്കർ എടുത്തു. ആ കുക്കറിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ വൻപയർ എന്ന് പറയും, ഉണക്കപ്പയർ എന്ന് നമ്മൾ പറയും. ഞാൻ ഈ ഒരു ഏകദേശം ഒരു 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് കല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. അത് ഞാനിതിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് ഞാൻ വളരെ കുറച്ചെടുത്ത കാരണം കൊണ്ട് തന്നെ വളരെ ഇപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ എടുക്കാം. ഞാൻ മുളക് പൊടി ഒരു 1/2 ടീസ്പൂണ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് വെള്ളം ഒഴിക്കണം. നമുക്ക് കുറച്ചതിന് പാകത്തിന് കുറച്ച് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പയർ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടത് നാളികേരം, ഒരു മുറി നാളികേരമാണ് ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മുറി നാളികേരത്തിലേക്ക് ഞാൻ ഇതിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് നല്ല ജീരകം. നല്ല ജീരകം ഞാനിതൊരു 3/4 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3/4 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ 1 കപ്പ് നാളികേരം ഇട്ടിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ വേവിച്ച് വെച്ചിട്ടുള്ള പയറാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 250 ഗ്രാം മത്തങ്ങ ഞാൻ നന്നായിട്ട് കഴുകി ഇതേപോലെ കഷ്ണങ്ങളാക്കിയതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കതിർപ്പ് കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് നാളികേരത്തിൻ്റെ കൂടെ അരക്കണമെങ്കിൽ അരയ്ക്കാം. ഞാനിത് എന്തായാലും ഇതിൻ്റെ കൂടെ ഇതിട്ടിട്ട് ഒന്നും കൂടി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ മത്തങ്ങ ഇട്ടിട്ടുള്ള നമുക്കൊന്ന് നോക്കി വെക്കാം. അപ്പോൾ മത്തങ്ങയും അതുപോലെ തന്നെ നമ്മളുടെ മത്തങ്ങ വേണമെങ്കിൽ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. ഞാനിത് 2 വിസിലെടുത്തിട്ടാണ് കേട്ടോ വേവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലേശം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ വേവിക്കാൻ. വല്ലാണ്ട് വെള്ളം കൂടാനും പാടില്ല. കാരണം മത്തങ്ങ നമ്മൾ കുറച്ചിങ്ങനെ ഒരു കട്ടി ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ഉടയ്ക്കും വേണ്ട. എന്നാൽ കുറച്ച് മത്തങ്ങ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കടിക്കും വേണം. അങ്ങനെയായിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. ഇനി ഇപ്പോൾ ഏകദേശം പരിവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരവും അതുപോലെ തന്നെ ജീരകവും കൂടിയിട്ട് അരച്ച് ഈ പരിവായിരിക്കണം. ഇപ്പോൾ ഞാനെടുത്ത് നിങ്ങൾക്ക് കയ്യിൽ കാണിച്ചു തരാം. ഈ ഒരു പരിവായിരിക്കണം. നമുക്ക് വല്ലാണ്ട് ചതയ്ക്കാനും നല്ല അരയാനും പാടില്ല, എന്നാൽ ഒന്ന് ചതയ്ക്കും വേണം. നമ്മൾ അവിയലിൻ്റെ പോലെയല്ല, കുറച്ചും കൂടി ചതയ്ക്കണം. നമുക്കിതിലേക്കിത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു കാര്യം മറന്നു കേട്ടോ, ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് വല്ലാണ്ട് കൂടുതൽ ഉപ്പ് പിടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇതല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ അതിൽ നമുക്കൊരു ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വെറുതെ ഒന്ന് സിമ്മിൽ വെച്ചിട്ടൊന്ന് വേവിക്കാം, ആ ഉപ്പൊന്ന് പിടിക്കുന്നത് വരെ. അപ്പോൾ അതാ 2 മിനിറ്റ് നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് കൂടുതൽ നേരം തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തള വരാനേ പാടുള്ളൂ. ആ ജസ്റ്റ് ഒന്ന് തള വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങി വെച്ചിട്ട് നമുക്കിത് വറുത്തിടാം, താളിക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടേ ഉള്ളൂ. ഇത്ര തള വരാനേ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇറക്കി വെച്ചിട്ട് നമ്മളെ ഇതൊന്ന് താളിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് താളിക്കുകയാണ്. ഞാനൊരു ലേശം ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ കടുകിട്ടു. നമ്മൾ സാധാരണ നമ്മൾ താളിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മളതിൽ ഉലുവ ചേർക്കില്ല, കടുക് മാത്രമാണ് നമ്മളിവിടെ താളിക്കുന്നത്. ഏകദേശം നമ്മുടെ കടുക് പൊട്ടിക്കഴിയാറായിട്ടുണ്ട്. പൊട്ടിക്കഴിയാറാകുന്ന സമയത്ത് നമ്മുടെ 2 വറ്റൽമുളകും ഒരു കതിർപ്പ് കറിവേപ്പിലയാണ് ഞാനിതിലേക്ക് ഇടുന്നത്. നമ്മുടെ സ്റ്റൗവ് നമുക്ക് ഓഫ് ചെയ്യാം. വല്ലാണ്ട് കരിയാണെന്നല്ലേ, ജസ്റ്റ് ഒന്ന് അതിൽ കിടന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഓണവിഭവമായിട്ടുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക, അഭിപ്രായങ്ങൾ പറയുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.